നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ സൂയ? സുന്ദരിക്ക് വാങ്ങിയ സാരിക്ക് ശ്രുതിയുടെ സാരിയേക്കാൾ വിലയും ഭംഗിയും കൂടുതലാണോ എന്നൊരു സംശയം. ഏഹ് അങ്ങനൊന്നുമില്ല. ശ്രുതിയുടെ സാരി നല്ലത് തന്നെയാ, സൂപ്പർ സാരി. അല്ലേ ചേച്ചി, ദേ നോക്ക്, രണ്ടും കൂടി വെച്ച് ചേച്ചിയുടെ സാരി തന്നെയാ നല്ലത്. പെമ്പിള്ളേർ ഇനി എവിടെ വരെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഡ്രസ്സും സാരിയൊക്കെ കിട്ടിയ അതിനകത്ത് വേറും ഒരു പെണ്ണായി കളയും. ദേ കണ്ടില്ലേ മുഖവും വീർപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഈ സാരിക്ക് ഭംഗി കൂടുതലെന്ന് ശ്രുതിക്ക് തോന്നുന്നെങ്കിൽ ഈ സാരി ശ്രുതി എടുത്തോ, എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഏയ് അതൊന്നും വേണ്ട ശ്രുതി, ഞാൻ പൂർണ്ണ മനസ്സോടെയാ പറയുന്നേ. എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. ശ്രുതിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സാരിയാണെങ്കിൽ അത് ശ്രുതി എടുത്തോന്നേ. ശരത്തേട്ടൻ അത് ചേച്ചിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടു വന്നതല്ലേ, അത് ഞാൻ എടുക്കുന്നത് ശരിയല്ല. അതുമല്ല, ഈ സാരിയാണ് ശരത്തേട്ടൻ എനിക്ക് വാങ്ങിക്കൊണ്ടു വന്നത്. അപ്പോ ഇതെടുക്കുന്നതല്ലേ ശരത്തേട്ടന് കൂടുതൽ സന്തോഷാവുന്നത്. ഈ പറഞ്ഞത് ന്യായമായ കാര്യം. അപ്പൊ ശ്രുതി അത് തന്നെ എടുക്കുന്നതാ നല്ലത്. അല്ല, ചൂട് കോഫിയൊക്കെ കിട്ടി. സർപ്രൈസ് പറഞ്ഞില്ലല്ലോ സർ. ഇനിയിപ്പോ ഊണ് കഴിക്കാതെ സർപ്രൈസ് പറയാൻ പറ്റില്ലെന്നെങ്ങാനും അഭിപ്രായം ഉണ്ടോ ശരത്തെ? ഏയ് അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഊണ് കഴിക്കാൻ സമയമാവുന്നവരെ ഞാൻ നിൽക്കില്ല. പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ തീർക്കാനുണ്ട്. എങ്കിൽ പിന്നെ സുന്ദരി ഇറങ്ങിക്കോ, ഞാൻ കൊണ്ടാക്കാം. അപ്പൊ സർപ്രൈസ് എവിടെ? സുന്ദരിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നത് എന്റെ കാറിലാണെന്നുള്ളതാ സർപ്രൈസ്. ഷേടാ, അങ്ങനെ ഒരു സർപ്രൈസോ? ഞാൻ ഇങ്ങോട്ട് വന്നത് ഓട്ടോയില്ല, തിരിച്ചെന്തിനാ കാറ് കൊണ്ടാക്കുന്നത്? നാളെ കൊല്ലം ജില്ലയുടെ കളക്ടറായിട്ട് ചാർജ് എടുക്കുന്ന ആളിനെ ഞാൻ ഓട്ടോയിൽ പറഞ്ഞുവിടാൻ പാടില്ലല്ലോ. അതാണ് സർപ്രൈസ്. ഇന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുക. ഡൽഹിയിൽ നിന്ന് ഓർഡറും വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ സുന്ദരിക്ക് മെയിലും വരും. നാളെ സുന്ദരി കൊല്ലം ജില്ലയുടെ കളക്ടറായിട്ട് ചാർജ് എടുക്കുക. സത്യമാണോ സാറി പറയുന്നേ? ഈ എരിപൊരിയുന്ന വെയിലത്ത് ഞാൻ ഡൽഹിയിൽ പോയത് പിന്നെന്തിനാ? എല്ലാ പേപ്പേഴ്സും റെഡിയാക്കി ഡൽഹിയിൽ നിന്ന് ഞാൻ തന്നെ നേരിട്ട് ഇവിടേക്ക് മെയിൽ അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ കാര്യങ്ങൾ സ്പീഡപ്പായി. അപ്പോ സുന്ദരി പഴയ കളക്ടർ കസേരയിലേക്ക് നാളെ തിരിച്ചു വരും. എന്തായാലും വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. ഡൽഹി പോയപ്പോ ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് സാർ പറഞ്ഞില്ല. നടക്കുമെന്ന് എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാ പറയാത്തെ. അവിടെ ചെന്ന് പഴയ ബന്ധങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചപ്പോ കാര്യം സാധിച്ചു കിട്ടി. കളക്ടർ സുന്ദരി അങ്ങനെ വീണ്ടും കളക്ടർ സുന്ദരിയായി. സാർ, എനിക്കിപ്പോ തന്നെ വീട്ടിൽ ചെന്ന് നേരിട്ട് അച്ഛമ്മയോട് പറയണം. അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷം. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. അമ്മേ, ഞാൻ സുന്ദരി ഒന്ന് വീട്ടിലാക്കിട്ട് വരാം. വാ സുന്ദരി. ആന്റി, ഞാൻ ചെല്ലട്ടെ? ശരത്തേട്ടാ, ഞാനും കൂടി വരട്ടെ? ഞാൻ സുന്ദരി വീട്ടിലാക്കാൻ പോകുന്നതിന് നീ എന്തിനാ വരുന്നത്? പ്ലീസ് ശരത്തേട്ടാ, പോകുന്ന വഴിക്ക് എനിക്കൊരു ഷോപ്പിലും കൂടി കയറാനുണ്ട്. എന്നെ കൂടെ കൊണ്ടുപോകും? അത് വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരും. ശ്രുതിയും കൂടെ വരട്ടെ സർ. ഇനി ഷോപ്പിൽ പോകാനായിട്ട് ശ്രുതി ഒരിക്കൽ കൂടി ഇറങ്ങണ്ടല്ലോ. അത് തന്നെ, ഞാനും വരാം. എങ്കി വാ, ഇറങ്ങ്. ഞാൻ ഈ സാരി കൊണ്ടു വെച്ചിട്ട് ഇപ്പൊ വരാവേ. എന്തായാലും എനിക്ക് വാങ്ങിയതിനേക്കാൾ നല്ല സാരി തന്നെയാ ശരത്തേട്ടൻ സുന്ദരിക്ക് വാങ്ങിക്കൊടുത്തത്. അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ ശരത്തേട്ടന്? ആരാ ഈ സുന്ദരി? പക്ഷെ ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല. സുന്ദരിയെ കൊണ്ടാക്കാൻ പോകുന്നു പോലും. ഞാനും വരും കൂടെ. അല്ല പിന്നെ. ഇത് കയ്യിലിരിക്കട്ടെ, ചിലപ്പോ ആവശ്യം വരും.
വാ സുന്ദരി കയറി. കേറു സുധി, പോണ്ടേ? കേറ് ശ്രുതി. എന്നാലും ഇത്രയും വലിയൊരു രഹസ്യം ഈ നേരം വരെ ഉള്ളിലൊതുക്കി വെച്ചിരുന്നല്ലോ. തിരിച്ച് ഇവിടെ തന്നെ കളക്ടറായി കയറുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യം തന്നെയാ സാർ. എനിക്ക് വേണ്ടി സാർ ഉണ്ടാക്കി തന്ന ഭാഗ്യം. അത്രയ്ക്കങ്ങ് പോഴത്തല്ലേ? ഓ, സാരി ഇവിടെ ഇരിക്കുകയാണല്ലേ. ഒരു പണി ഒപ്പിച്ചാലോ? സുന്ദരി വീണ്ടും ഇവിടെ കളക്ടറായിട്ട് വരുമ്പോ ഡയാനയ്ക്കും ക്രിസ്റ്റിക്കും ആലിളകുന്നുള്ള കാര്യം ഉറപ്പാ. വരട്ടെ സർ. ഒരു തവണ എനിക്ക് അബദ്ധം പറ്റിയെന്ന് കരുതി എല്ലാ തവണയും അതുണ്ടാവില്ലല്ലോ. ഞാൻ ഇരിക്കേണ്ട സീറ്റിൽ നീ അങ്ങ് കയറി ഇരിക്കുന്നു അല്ലേ? എനിക്ക് വാങ്ങി തന്നതിനേക്കാൾ വില കൂടിയ സാരി നിനക്ക് വാങ്ങി തന്നിരിക്കുന്നു. നിന്നെ അങ്ങനെ അങ്ങ് വിടാൻ തീരുമാനിച്ചിട്ടില്ല. കാണിച്ചു തരാൻ ഞാൻ. എന്തെങ്കിലും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നിനക്ക് തന്നില്ലെങ്കിൽ ഞാൻ ശ്രുതി അല്ലാതായി പോകും. എന്താ ഇറങ്ങുന്നില്ലേ? ഞങ്ങൾ എന്തിനാ ഇറങ്ങുന്നത്? ഇതാ ചേച്ചിയുടെ സാരി. എന്നാലും വീട്ടിന്റെ മുറ്റം വരെ വന്നിട്ട് ഒന്ന് അകത്ത് കയറാതെ പോകുന്ന മോശമല്ലേ? വേറൊന്നും കൊണ്ടല്ലേ ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചു പോകുമ്പോ എനിക്ക് 1-2 കടയിൽ കയറാനുണ്ട്. ശരത്തേട്ടനാണെങ്കിൽ ഭക്ഷണവും കഴിച്ചിട്ടില്ല. എല്ലാം ഉണ്ടാക്കി വെച്ചേക്കാ ഞാൻ അവിടെ. ഒറ്റ മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് ഇറങ്ങി വന്ന് ഞാൻ വീണ്ടും കളക്ടറായിരുന്ന സന്തോഷ വാർത്ത സാറ് തന്നെ എല്ലാവരോടും പറഞ്ഞ അതൊരു നല്ല കാര്യമായനെ. അതിപ്പോ അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ ചേച്ചി. ചേച്ചി എന്നെ അങ്ങ് പറഞ്ഞാ മതി. ഞങ്ങൾ ഇറങ്ങുന്നില്ല. ചേച്ചി ഇറങ്ങിക്കോ, ഞാൻ മുന്നിലേക്കിരിക്കാം. ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല, ഞാൻ ഇറങ്ങുക.